ജീവ, ട്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റം എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ബിയർ എടുക്കാറുണ്ട്. നീ എന്താ ഈ നായം കൊണ്ട് വന്നിരിക്കുന്നത്? എടോ, ഇത് നായൊന്നുമല്ല, കോഞ്ചറിങ് പ്രേതോ. ഇത് വീട്ടിലേക്ക് വന്നപ്പോ മുതല് എന്റെ അളിയൻ എന്നെ വെറുതെ നായെ പോലെയാണ് ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ശരി ജീവ, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് OLX-ലേക്ക് ഇട്ടാ 1 മണിക്കൂറിനുള്ളിൽ സാധനം പോവില്ലേ? ഒരു സൂപ്പർ ഫോട്ടോ എടുത്തേ OLX-ലേക്ക്. നന്നായിട്ട് ചിരിക്കേ. എന്താ നല്ല അടിപൊളി കൊച്ചല്ലേ? എന്റെ ആളാ. ഹായ്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. പെൺകൊച്ചിനോട് പുതിയ ഹായ്. മെയിലാണോ ഫീമെയിലാണോ? മെയിൽ തന്നെ. ഡോഗിന്റെ കാര്യ ചോദിച്ച. ഞാൻ ചുമ്മാ കോണി പറഞ്ഞതാ. ഫീമെയിൽ. സോ സ്വീറ്റ്. ഞാനിവിടെ 2nd ഫ്ലോർ B3 ഫ്ലാറ്റില് പുതിയ താമസക്കാരാ. നിങ്ങള്? ഞാൻ ഫസ്റ്റ് ഫ്ലോർ A4. നിങ്ങക്ക് ഫോൺ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ക്രോസ് ടോക്കിംഗ്. അത് ചൈന മൊബൈലാണ്. അതാ വെരി ചീപ്പ്. എന്റെ അടുത്തോ ഐഫോൺ 9448088008. ഞാൻ നിങ്ങളെ വിളിക്കാം. വിളിച്ചാ മതി. ശരി, ബൈ. ഒരു മിസ്റ്റേക്ക്. ശരി, See you. Bye. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലേ അവൾ എന്റെ ആളാണെന്ന്. പട്ടിക്കുട്ടിയെ കാണാൻ വന്നിട്ട് എന്റെ നമ്പർ വാങ്ങിച്ചാണ്ട. ഈ പട്ടിക്കുട്ടിയെ വെച്ച് ആ കുട്ടിയെ ഞാൻ സെറ്റാക്കാൻ പോവാ. അപ്പൊ KFC ക്യാൻസൽ. ജീവ, നിനക്ക് അത്ര പ്രതീക്ഷ ഒന്നും വേണ്ട. സ്കൂളിലോ കോളേജിലോ പുതിയൊരു പെൺകൊച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ പിറകെ കാണും ഏതെങ്കിലും ഒരു എന്റെ ആളാന്ന് പറഞ്ഞിട്ട്. സുന്ദരിയായ ഒരു പെൺകൊച്ചുണ്ടെങ്കിലേ അതിന്റെ പിറകെ 100 എണ്ണം കാണും ഇങ്ങനെ നടക്കാൻ. അപ്പൊ അവളെ ആര് പ്രേമിച്ചാലും അവനാണ് അവളുടെ ആള്. അതുവരെ അവൾ എല്ലാവർക്കും കൂടി ഉള്ളതാ. നിങ്ങളോടൊക്കെ ഉള്ള കൂട്ടിയാൻ പറ്റി. പാടാ പട്ടിക്കുട്ടി, നമുക്കേ വീട്ടിൽ പോവാ. വാ. അല്ല, അവര് ചിന്തിക്കുന്നത് മുത്തച്ഛൻ എങ്ങനെ അറിയാനാ? നമ്മളിപ്പോ ഒരു ദിവസം സെറ്റ് ചെയ്താലെന്താ, ഒരു ദിവസം സ്വയംഭോഗം ചെയ്താലെന്താ, സെക്സ് ബുക്ക് വായിച്ചാലെന്താ, സ്ത്രീകളുടെ അടുത്ത് പോയാലെന്താ? ഇതിപ്പോ നിങ്ങള് ഞങ്ങളെ ചതിക്കുന്നതല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയമായിട്ട് ചതിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അതെ അതെ, മാറ്റാൻ പോണ്ട. ഇത് നിങ്ങൾ കാണേണ്ട കാര്യ. കാണും. എടി, അയാൾ എന്തൊക്കെ വൃത്തികേടാ വിളിച്ചു പറയുന്നത് നീ കേട്ടില്ലേ? നിങ്ങളുടെ അത്രയൊന്നുമില്ല, ചുമ്മാ കാണും. ഓരോ വന്നോളൂ. നമ്മളിവിടെ പരിഗണിക്കണം. ഈ കാര്യങ്ങൾക്കെല്ലാം പോയി ആരാ നോക്കിയേ. ചെല്ലേ വരാൻ കണ്ട ഒരു സമയം. ഹലോ ആന്റി. ഞങ്ങള് മുകളില് B3 ഫ്ലാറ്റില് പുതിയ താമസക്കാരാ. അതെ, മുകളിലത്തെ ഫ്ലാറ്റില് പുതുതായി വന്നവരാ. നിങ്ങൾ രണ്ടും കൊള്ളാമല്ലോ. ഒഴുകുന്നു, തുടച്ചു കള. കുടിക്കാൻ എന്താ വേണ്ടേ? ടീ, കോഫി? വേണ്ട, ഒന്നും വേണ്ടേ. എന്തോ പറയാനുണ്ടല്ലോ. എന്താണേലും മടിക്കാതെ പറഞ്ഞോളൂ. അത് പിന്നെ പേഴ്സണൽ ലേഡീസ് മാറ്ററാ. നോ പ്രോബ്ലം. ടെൽ മീ ടു ഗോ. എന്താ പേഴ്സണൽ? നിങ്ങളുടെ പപ്പി എവിടെയാ? പപ്പി അകത്തുണ്ട്. അല്ല, പപ്പിക്കെന്താ ഇത്ര പേഴ്സണൽ? അത് പിന്നെ ആന്റി, ആക്ച്വലി എന്താന്ന് വെച്ചാ ഇവളുടെ അടുത്തും ഒരു പഗ് ഡോഗ് ഉണ്ട്. അത് ഒരു മെയിൽ ഡോഗാണ്. ഇത് ഫീമെയിൽ. അപ്പോ പെണ്ണ് ചോദിച്ചു വന്നതാ അല്ലേ? മനസ്സിലായി.
പപ്പി ഒന്ന് കണ്ടോട്ടെ ആന്റി. ആ അകത്തെ റൂമിലുണ്ട്. ആ ചെന്ന് ശരി, കണ്ടോ. ഞാൻ പോയി കണ്ടോളാം. എന്നാ ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. Hi, puppy. Hi, puppy. Come here, baby. Come here. Good girl. Come here. Come here. Come here, baby. വാ മുത്തേ, വാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇത് എവിടെ പോവാ? ഏയ് എങ്ങോട്ട് പോവാ? അവിടെ പോയി എന്തെടുക്കാനാ? ഇങ്ങോട്ട് വാ എന്റെ ചെല്ലക്കുട്ടി. എന്താ ചക്കര എന്റെ അടുത്ത് നീ വരാത്തെ? വാട ചക്കര. ബേബി കണ്ടേ. ഞങ്ങളുടെ പപ്പി ഭയങ്കര സോഫ്റ്റ് പ്രോബ്ലം. എന്തായി കണ്ടോ? ശൈലു ഇഷ്ടപ്പെട്ടില്ലേ? ആന്റി ഐ വിൽ സീ യു. ഓക്കേ. സൂര്യം സുന്ദരലോകനാഥം അമൃതം വേദാന്ത സാരം ശിവം സർവം ശക്തിമാൻ ഇന്ദ്രാദിത്യ നവോദീപം തുറകുറും തൈലോക്യം ചൂടാമണി ബ്രഹ്മ വിഷ്ണു ശിവസ്വരൂപ ഹൃദയം. മിസ്റ്റർ രാമാനുജം, നമുക്കെല്ലാവർക്കും കൂടെ എപ്പോ ഒന്ന് കാണാൻ പറ്റും? അതിനെക്കുറിച്ചൊരു വ്യക്തത നിങ്ങൾക്ക് വേണം. കാരണം നമ്മളെ സുരക്ഷിതമായി അകത്തേക്ക് കൊണ്ടുപോകുന്നത് ഇവരാണ്, പുറത്തേക്ക് എത്തിക്കേണ്ടത് ഇവരും. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ തുടങ്ങുന്ന ഈ യാത്ര പൂർണ്ണമായും ഒരു ഇല്ലീഗൽ ജേണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രക്കിടയിൽ ഒരുപാട് നദികൾ, മലകൾ, കാടുകൾ ഇതെല്ലാം മറികടന്ന് പോകണം. എങ്കിൽ മാത്രമേ നമുക്കത് കൈക്കലാക്കാനാകൂ. തടസ്സങ്ങളെല്ലാം മറികടന്ന് ഈശ്വരന്റെ അനുഗ്രഹം നമുക്കൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ലഭിച്ചിരിക്കും. Shall we move? എടാ ജീവാ, ജീവാ ഒന്നിങ്ങി വന്നേ. അതെ വരുന്നു. ഇന്നലെ അപ്പുറത്തെ ഫ്ലാറ്റിലെ 2 പെൺകുട്ടികൾ ഇവിടെ വന്നില്ലായിരുന്നോ? നമ്മുടെ പപ്പിയെ ചോദിച്ചു. ഞാൻ അകത്ത് കയറി കണ്ടോളാൻ പറഞ്ഞു. ആ പെണ്ണെന്തോ കാണാൻ പാടില്ലാത്ത കണ്ട പോലെ വേഗം തിരിച്ചു ഓടിപ്പോയി. നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ പപ്പി ഒന്ന് അവർക്ക് കൊണ്ട് കൊടുക്ക. അല്ല, നമ്മുടെ പപ്പി എന്തിനാ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നേ? അതൊരു കാര്യം ഉണ്ടടാ. അത് നീ അറിയണ്ട, അവർക്കറിയാം. നീ കൊണ്ട് കൊടുത്താൽ മതി. സൂക്ഷിച്ചു കൊണ്ടുപോണേ. കൊണ്ടുപോയിക്കോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോ? ഇതേതായി പപ്പി? ഇത് എന്റേതാണല്ലോ. അപ്പൊ എന്തിനാ ഈ പപ്പിയെ ആ പപ്പിയുടെ അടുത്ത് കൊണ്ടുവിടാൻ പറഞ്ഞേ? ആദ്യം നിങ്ങളൊന്ന് പുറത്തിറങ്ങ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നെന്ന് പറ. സംഭവം എന്താ? എന്തിനാ രണ്ടിനെ അടുത്ത് കൂട്ടിയേ? അയ്യോ, ഹലോ, ഇപ്പോ കാര്യം മനസ്സിലായി എനിക്ക്. അതിന്റെ ഈ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവുന്ന എങ്ങനെയാ? എന്തുകൊണ്ടെന്ന് വെച്ചാ അത് മെയിൽ ഡോഗ് അല്ലേ. അപ്പോ നിങ്ങൾക്ക് ഈ മെയിലിന്റെ ഫീലിങ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവും അല്ലേ? അയ്യോ, വളയ്ക്കോ നോക്കാണല്ലോ ഇവൻ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നമുക്കൊരു കോഫി കുടിച്ചാലോ? കോഫി, വാ, കോഫി കുടിക്കാം.